മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് നാളെ ജനങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നതെന്ന് ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എങ്ങനെയാണ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നതെന്നറിയുമോ? നമ്മളെല്ലാവരും മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുടുംബക്കാര് പടച്ചവനെ മനോഹരമായി ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് കുളിപ്പിക്കുകയാ. സുഗന്ധങ്ങളൊക്കെ തേച്ച വെള്ളത്തിന്റെ അകത്താണ് നമ്മളെ കുളിപ്പിക്കുന്നത്. നമ്മുടെ ഉമ്മ പോലും നമ്മൾ അതുപോലെ സൂക്ഷ്മതയോടുകൂടി കുളിപ്പിച്ചിട്ടുണ്ടാകണമെന്നില്ല. പടച്ചവനെ നമ്മുടെ മയ്യത്ത് നല്ലതുപോലെ കുളിപ്പിച്ച് ഒതുവെടുപ്പിച്ച് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കുന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും ധരിക്കാത്ത വെള്ള വസ്ത്രമുണ്ടല്ലോ, പടച്ചവനെ ഒരു മുണ്ട് പോലെയല്ല, ഒരു വെള്ള ഉടുപ്പ് പോലെയല്ല, കഫം തുണിക്ക് വല്ലാത്ത ഒരു മണമാണ്, കാണാൻ വല്ലാത്ത ഒരു വെളുപ്പാണ്. അങ്ങനെയുള്ള 3 കഷ്ടം തുണിക്കകത്ത് എന്നെയും നിങ്ങളെയും പൊതിയുകയാണ്. നമ്മുടെ ജനാസ എവിടെ നിന്ന് പൊതിയുകയാ? അതാ മയ്യത്ത് പൊതിഞ്ഞു കഴിഞ്ഞോ. പടച്ചവനെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന ആ വാഹനത്തിന്റെ അകത്തേക്ക് എന്നെയും നിങ്ങളെയും എടുത്ത് മലർത്തി കിടത്തുമല്ലോ. എന്നിട്ട് ജനങ്ങളത് ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു, അവിടെ നിന്ന് ദുആ ചെയ്തു. എന്നിട്ട് എല്ലാവരും കൂടെ നമ്മളെ ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിൽ ഒരുക്കിയിട്ടിരിക്കുന്ന മനോഹരമായ 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തേക്ക് എന്നെയും നിങ്ങളെയും ഇറക്കി വെക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് ചെടികളെ നട്ടിട്ട് എല്ലാവരും ആ ഖബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാണ്. എങ്ങനെയാ കൊണ്ടുപോയി ഖബറടക്കിയത്? പുതിയ പെണ്ണിനെ ഒരുക്കുന്നത് പോലെ, ഒരു പുതിയ പടയെ ഒരുക്കുന്നത് പോലെ നല്ലതുപോലെ കുളിപ്പിച്ചു, സുഗന്ധങ്ങൾ തേച്ചു, പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞോ. എന്നിട്ട് പടച്ചവനെ അതാ താങ്ങിയെടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി ഖബറടക്കുകയാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സൂർ എന്ന് പറയുന്ന കാഹളത്തിന് 2ാമതൂതുമ്പോ മണ്ണിനടിയിൽ നിന്ന് ജനങ്ങളെ മുഴുവനും എഴുന്നേക്കുകയാണ്, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. എങ്ങനെയാണ് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സഹാബാ, ഉമ്മ പ്രസവിച്ചിട്ടതുപോലെയാണ്, ശേലാകർമ്മം ചെയ്തിട്ടില്ല, ആണിനും പെണ്ണിനും മുഴുവസ്ത്രമില്ല, എല്ലാവരും നഗ്നരായിട്ടാണ്, ഔറത്ത് പോലും മറയ്ക്കാതെ. പടച്ചവനെ, ആണും പെണ്ണും അതാ ഔറത്ത് മറയ്ക്കാതെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് എല്ലാവരും നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് ലോകത്തിന്റെ നേതാവ് ഇവിടെ പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആണുങ്ങളും പെണ്ണുങ്ങളും നൂൽബന്ധമില്ലാതെ നാളെ പരലോകത്ത് കൂടെ നടന്നു പോകുമ്പോ അവർ പരസ്പരം ഔറത്ത് കാണില്ലേ നബിയേ? അവര് പരസ്പരം നോക്കില്ലേ നബിയേ? അവിടെ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ, എടാ ചെറുപ്പക്കാരാ, റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മതിലിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോസ്റ്ററിന്റെ അകത്ത് ആ പെണ്ണിന്റെ ശരീരത്തിലെ ഏത് ഭാഗമാണ് തുറന്നിരിക്കുന്നതെന്ന് നോക്കുന്നവരാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, ആ പരലോകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്. ആയിഷ ബീവി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പരസ്പരം ഔറത്ത് കാണില്ലേ നബിയേ? പരസ്പരം ഔറത്ത് നോക്കില്ലേ നബിയേ? റസൂലുള്ളാഹി പറയുന്നു, ആയിഷ, ഒരാളും നോക്കില്ല ആയിഷ. എടാ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ 18, 19, 20, 25, 30 വയസ്സുള്ള ഒരു പെണ്ണ് ഒരു നൂൽബന്ധം പോലുമില്ലാതെ നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ ആ കണ്ണും ഉയർത്തിയിട്ട് നോക്കാൻ, ആ കണ്ണും
ഉയർത്തിയിട്ട് നോക്കാൻ നിനക്ക് ധൈര്യമുണ്ടാകില്ല ചെറുപ്പക്കാരാ. ഒരാണും നോക്കുകയില്ല, ഒരു പെണ്ണും നോക്കുകയില്ല. അതാണ് പടച്ചുറപ്പിന്റെ പരലോകമെന്ന് അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ, അങ്ങനെ പടച്ചവനെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കോടാടി കോടി ജനങ്ങളുണ്ടല്ലോ. എല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബ ഒരു വിഭാഗം കടന്നു വരികയാണ്, ഒരു വിഭാഗം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു വിഭാഗത്തെ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, സ്വഹാബത്തേ ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ആരാണ് പടച്ചവര്? ഈ മലക്കുകൾ നയിച്ചു കൊണ്ടുവരുന്ന വിഭാഗമാരാ? അവരുടെ രംഗം എങ്ങനെയെന്നറിയുമോ? അവർ എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, അവർ ഔറത്ത് മറച്ചിട്ടുണ്ട്. വരുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, അവർ ഔറത്ത് മറച്ചിട്ടാണ് കടന്നു വരുന്നത്. അവർ ഔറത്ത് മറച്ചിട്ടാണ് കടന്നു വരുന്നത്. അവർ വല്ലാത്ത ആരോഗ്യവന്മാരാണ്, അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷമാണ്. ഇതുപോലെ നാളെ ഒരു വിഭാഗം പടച്ചറപ്പിന്റെ പരലോകത്ത് എല്ലാവരും നഗ്നരായി ഔറത്ത് മറയ്ക്കാതെ തലതാറ്റി പിടിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു വിഭാഗം ഔറത്ത് മറച്ചുകൊണ്ട് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ എല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിൽ പോകുന്നത് ഉമ്മ പ്രസവിച്ചിട്ടപ്പോ എങ്ങനെയാണ് അതുപോലെ ഒന്നുമില്ല. ഉടുതുണിയില്ലാതെ നാളെ പരലോകത്തേക്ക് ആണും പെണ്ണും ഇങ്ങനെ കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ ഇപ്പൊ ഈ ഔറത്ത് കാണത്തില്ലേന്ന്? ആണും പെണ്ണും പരസ്പരം ഔറത്ത് കാണത്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആർക്കാ ധൈര്യം നോക്കാൻ? അന്നത്തെ ദിവസം ഒന്ന് കണ്ണ് മുകളിലേക്ക് ഉയർത്തി നോക്കാൻ ഒരാൾക്കും ധൈര്യമില്ല. കാരണം അന്നത്തെ ദിവസം അത്രയും ഭയാനകമാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ പരലോകത്ത് നാളെ ഇങ്ങനെ എല്ലാവരും നിൽക്കുമ്പോ ഒരു വിഭാഗം ഇങ്ങനെ വരും. അള്ളാന്റെ മലക്കുകൾ അവരെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു വിഭാഗത്തെ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവരാണെങ്കിൽ നമ്മൾ തുണിയില്ലാതെ നിൽക്കുമ്പോ അവര് തുണി ഉടുത്തിട്ടുണ്ട്. ആ വരുന്നവർ ഔറത്ത് മറച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പേടിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ വരുന്നവരുടെ മുഖത്ത് സന്തോഷമുണ്ട്, ഒരു പേടിയുമില്ല. അങ്ങനെ ഒരു വിഭാഗം നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. സ്വഹാബികൾ ചോദിച്ചു, ആരാ നബിയെ? അവരാരാ നബിയെ? അവര് ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ അള്ളാഹു അവർക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം കൊടുത്തത്? അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണവർ? എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹു അവർക്ക് അത്രയും വലിയ ഒരു മഹത്വവും ഒരു സ്ഥാനവും അള്ളാഹു കൊടുത്തത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവരാരെന്നറിയുമോ? അവരെന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹു അവർക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്തതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾക്കും അതിനുള്ള ഭാഗ്യമുള്ളവരാണ്. പക്ഷേ നമ്മൾ പരിഗണിക്കുന്നില്ല, നമ്മൾ പാഴാക്കി കളയുകയാണ്. ആ വിഭാഗത്തിൽ പെടാൻ അർഹതയുള്ളവരാണ് ഞാനും നിങ്ങളും. പക്ഷേ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന മാസമേതാണ്? ഇത് സാധാരണ ഒരു മാസമല്ലല്ലോ, ഇത് കളിക്കേണ്ട മാസമല്ലല്ലോ, ഇത് തമാശ പറയേണ്ട മാസമല്ലല്ലോ, ഇത് ശഅബാൻ മാസമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞു തന്നത്, റജബുൻ ശുഹ്റുല്ലാഹ് വ ശഅബാനു ശഹരി വ റമളാനു ഉമ്മത്തി. റജബ് അല്ലാഹുവിന്റെ മാസമാണ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ശഅബാൻ എന്ന് പറയുന്നത് എന്റെ മാസമാണ്, ശഅബാൻ എന്ന് പറയുന്നത് എന്റെ മാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ ശഅബാൻ എന്ന് പറയുന്ന മാസത്തിലൂടെ ഞാനും നിങ്ങളും ഇങ്ങനെ സഞ്ചരിക്കുകയാ. പടച്ചവനെ, നമുക്കൊരു ബോധമില്ലല്ലോ, നമുക്കൊരു ചിന്തയുമില്ലല്ലോ, നമ്മൾ വേറെ പല ചിന്തയിലാണല്ലോ. ഈ ശഅബാൻ മാസം
മാസം കടന്നു വന്നിട്ട് പോലും എനിക്കും നിങ്ങൾക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് സാധാരണ മാസമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമേതാ? റമളാൻ മാസം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസം അത് ശഅബാൻ ആയിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, അവിടുന്ന് മഹാൻ മഹ്ദി അവറുകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസം ശഅബാൻ മാസം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ശഅബാനിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചവരൊന്ന് കൈവക്കിക്കേ. ഈ ശഅബാൻ മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചവർ. റസൂലുള്ളാഹി തങ്ങള് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസം ശഅബാൻ. ഈ ശഅബാന് 15 ഇന്ന് 15-ാം രാവാം. ഒരു നോമ്പെങ്കിലും പിടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്ക്. അല്ലാഹു നിങ്ങൾക്കൊക്കെ സ്വർഗ്ഗം നൽകുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹ് സ്വർഗ്ഗം നൽകുമാറാകട്ടെ. നിനക്ക് വേണ്ടി അല്ലാഹ് സ്വർഗ്ഗം വെച്ചിരിക്കുന്നത്. അല്ലാഹു എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ഇവിടെ സംഘാടകരെന്ത് എഴുന്നേറ്റ്? ഈ പരിപാടിയുടെ സംഘാടകരാരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? ഇവിടെ ഒരു 2 ചെറുപ്പക്കാർ എഴുന്നേറ്റടാ മക്കളെ. എഴുന്നേക്കടാ സാലിമ, നിങ്ങൾ 2 പേരും എഴുന്നേറ്റ് ഈ കസേര എടുത്തോണ്ട് പോയി ആ നിക്കണ കാക്കന്മാർക്ക് ഇട്ട് കൊടുത്ത്. ആ റോഡിൽ നിൽക്കുന്ന ചങ്ങാതിമാർ അവർ നിൽക്കുന്ന കണ്ട് സങ്കടം വരുന്നു. കസേര പറക്ക്. എന്തേ 2 ചങ്ങ ആ കസേര എടുത്ത് ആ മക്കൾ കൊണ്ടിട്ട് അവിടെ ഇരിക്കട്ടെ. ഒരു വണ്ടി പുറോട്ട് വരുന്നുണ്ട്, അത് നോക്കിയോ. കസേര അവിടെ കൊണ്ടിട്ട് അവിടെ ഇരിക്കട്ടെ. ഒരാൾ നിൽക്കരുത്. ഈ കസേര എടുത്ത് റോഡിൽ ഇട്ടോട് അവിടെങ്കിലും ഇരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ഒന്നി അകത്ത് കയറിയില്ലെങ്കിൽ വീട്ടിൽ പോ. ഞാൻ അതാ പറഞ്ഞു, ഇനി അടുത്ത പറച്ചിലുണ്ടാവത്തില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഇത്തിരി ഇട്ടിയുണ്ടല്ലോ, അത് ഇത്തിരി കുറച്ചിട്ടൊന്ന് ഒഴുക്കി വിട്ടെ. കേറിക്കോ. എല്ലാം വണ്ടിയിൽ നിന്ന് റാത്തോട്ട് കയറും. ഇൻഷാ അല്ലാഹ്. പോലീസുകാരൊന്നും വരത്തില്ല ഇതിലേ കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റോഡിൽ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഒട്ടും കുറച്ചേക്കല്ല, ഇത്തിരി കൂട്ടറോ കുറയ്ക്കാം. ഒന്നേ ആശാന്റെ നെഞ്ചത്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാൻ വേണ്ടി ഉപദ്രവമായി കിടക്കുന്ന ഒരു കല്ലോ കമ്പോ റോഡിൽ നിന്ന് എടുത്തു മാറ്റിയ ഓന് സ്വർഗ്ഗം ഉണ്ടെന്ന്. നമ്മളിങ്ങനെ വണ്ടി പോകുന്ന റോഡിൽ മസ്ലിം പിടിച്ച് നിന്നാല് അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റമദാൻ കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസം ശഅബാനാ. അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത, ഒരുപാട് നിസ്കരിച്ച, ഒരുപാട് ദിക്റുകൾ പറഞ്ഞ മാസം ശഅബാൻ മാസമാണ്. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ നോമ്പ് പിടിക്കുന്നത്? എന്തിനാ നബിയേ ഒരുപാട് നിസ്കരിക്കുന്നത്? എന്തിനാ നബിയേ ഖുർആൻ ഓതുന്നത്? എന്തിനാ നബിയേ ഉറക്കമൊഴിയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. 14 ദിവസം കഴിഞ്ഞല്ലോ ശഅബാൻ എന്ന് പറയുന്ന മാസം കടന്നു വന്നിട്ട് ഇന്ന് 15ാമത്തെ രാവിലിരിക്കുന്നവര്, എത്രയാടാ മോനെ നീ ഖുർആൻ ഓതിയത്? എത്രയാണ് നീ ദിക്ർ പറഞ്ഞത്? എത്ര നിസ്കാരമാണ് നീ നിസ്കരിച്ചിട്ടുള്ളത്? എത്ര നോമ്പാണ് നീ പിടിച്ചിട്ടുള്ളത്? റസൂലുള്ള പിടിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ പിടിക്കാനുള്ള കാരണം എന്താ? റസൂലുള്ള പറയുകയാണ്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. അമലുകൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാ.
ജീവിതത്തിൽ ചെയ്ത ഒരു വർഷക്കാലം ഞാനും നിങ്ങളും ചെയ്ത നന്മകളുണ്ടല്ലോ, ആ നന്മകൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്ന മാസമാ. ഈ മാസത്തിലാണ് ഒരു കൊല്ലത്തെ അമല് പോകുന്നത്. എന്തുണ്ടടാ ചെറുപ്പക്കാരാ, എന്തുണ്ട് വാപ്പാ? ഈ വലതുഭാഗത്തിരിക്കുന്ന മലക്കെഴുതിയ കിതാബിന്റെ അകത്ത് ഏത് നന്മയാ ഉള്ളത്? ഒരെണ്ണം പറയാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു നന്മ? റസൂലുള്ളാഹി തങ്ങൾ ഇത്രയും നോമ്പ് പിടിക്കാൻ, ഇത്രയും സൽക്കർമ്മം ചെയ്യാനുള്ള കാരണം എന്തെന്നറിയുമോ സഹാബാ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് അമലുകൾ കൊണ്ടുപോകുമ്പോൾ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഒരു വർഷത്തെ അമല് കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും വേണ്ടേ സഹാബാ? എന്തെങ്കിലും വേണ്ടേ സഹാബ? ഇന്ന് രാത്രി ഒരു കൊല്ലത്തെ അമല് മലക്കുകൾ കൊണ്ടുപോകുകയാ. നിരക്കി നിരന്നിരിക്കുന്ന മുസ്ലിമേ, എന്തുണ്ട് നിന്റെ വലതുഭാഗത്തിരിക്കുന്ന കിതാബിൽ? എന്തെഴുതി വെച്ചിട്ടുണ്ട്? എത്ര നിസ്കാരമുണ്ട്? എത്ര ഖുർആൻ പാരായണം ചെയ്തതുണ്ട്? എത്ര സദഖ കൊടുത്തതുണ്ട്? വെറുതെയാ സഹോദരാ, എന്ത് അമലാ നിന്റെ കയ്യിലുള്ളത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് മലക്കുകൾ അമലുമായി പോകുന്ന രാത്രിയാ. 2 സഹാബ ജനങ്ങളും മറക്കുന്ന മാസമാ. ഈ മാസം ജനങ്ങൾ മറക്കുകയാണ്. ശഅബാൻ എന്ന് പറയുന്ന മാസമുണ്ടല്ലോ, അത് ജനങ്ങളും നിസ്സാരമാക്കുന്ന മാസമാ. അത് ജനങ്ങൾ മറന്നു പോകുന്ന മാസമാ. ജനങ്ങൾ മറന്നു പോകുന്ന മാസത്തിന് ഞാൻ ഓർക്കുന്നു സ്വഹാബ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 2 കാര്യം. എന്തിനാ നബിയെ ഇങ്ങനെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കണേ? ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുന്നു, ഒരുപാട് നിസ്കരിക്കുന്നു, ദിക്റുകൾ പറയുന്നു, സദഖകൾ കൊടുക്കുന്നു, എന്തിനാ ഇങ്ങനെ ചെയ്യണേ? 2 മറുപടി പറഞ്ഞു. 1, ഒരു വർഷത്തെ അമലുകൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്ന മാസം ശഅബാൻ മാസം. 2, ജനങ്ങൾ ഈ മാസത്തെ മറക്കും. ശരിയാ. പള്ളിയിലെ ഖതീബ് ഉസ്താദ് റജബ് മാസം വന്നപ്പോൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അപ്പോൾ ഒരുത്തൻ കൂട്ടുകാരനോട് ചോദിക്കുക, എന്തുവാടാ ഇമാം ഒരു പുതിയ ദുആ 5 നേരവും കേൾക്കുന്നുണ്ടല്ലോ, 5 വഖത്ത് നിസ്കാരത്തിനും ഒരു പ്രത്യേക ദുആ കേൾക്കുന്നു. അപ്പൊ ഓൻ പറഞ്ഞു കൊടുത്തു, എടാ റമദാൻ വരാൻ പോകുന്നടാ, ഇത്ര പെട്ടെന്ന് ഇപ്പോഴല്ലേ റമദാൻ അങ്ങോട്ട് പോയേ? ഇപ്പോഴല്ലേടാ റമദാൻ അങ്ങോട്ട് പോയത്, വീണ്ടും അടുത്ത റമദാൻ വരുന്നു. അങ്ങനെ ഉസ്താദ് കുറച്ചു ദിവസം ദുആ ചെയ്തു. ഇപ്പൊ ദുആ നീ കാണാതെ പഠിച്ചു, ഇപ്പൊ അത് തന്നെ മറന്നു. ഇനി 29 ശഅബാൻ 29, നാളെ റമദാൻ 1 എന്നറിയുമ്പോൾ ഒരു ഞെട്ടലുണ്ട്, ഇടിവെട്ടിയതുപോലെ. റമദാൻ എത്തിയോ? നമുക്ക് ആകെ ഉള്ളതിതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന ഓരോ മനുഷ്യനും കേട്ടോ, ഈ നിക്കണ കാക്കാമാരും കേട്ടോ, കേറി സ്വർഗത്തിലിരിക്കടാ എന്ന് പറയുമ്പോ നീ ഇരിക്കണ്ട, അവിടെ തന്നെ നിന്നോ. നീ കേട്ടോ, ഇന്നത്തെ രാത്രി അല്ലാഹു അസ്റായിലിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായിൽ എന്ന് പറയുന്ന മലക്കിന്റെ കയ്യിൽ ഒരു പേപ്പർ ഇങ്ങനെ കൊടുക്കും, ഒരു ലിസ്റ്റ്. എന്തിനാണെന്നറിയാവോ? ഈ ശഅബാൻ 15 മുതൽ അടുത്ത ശഅബാൻ 15 വരെ റൂഹ് പിടിക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഇന്ന് രാത്രിയായിട്ട് കൊടുക്കുന്നത്. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ചിലപ്പോൾ ഇന്നും കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, നാളെ മുതൽ ഖബറി കിടക്കേണ്ട വന്നാലോ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് രാത്രിയിലാണ് നിന്റെ ആയുസ്. ആരുടെയൊക്കെ റൂഹ് പിടിക്കാൻ വർഷത്തിലൊരിക്കലാ ബഡ്ജറ്റ്. അസ്രായിൽ എന്ന് പറയുന്ന മലക്കിനെ വിളിച്ചിട്ട് കൊടുക്കും. ഒന്നും വിളിച്ചിട്ട് ഇന്ന് സിറാജ് അല്ലെങ്കിൽ സാലിം അല്ലെ അബൂബക്കർ മുസ്തഫ എന്നിങ്ങനെ പറയുന്നതിനെക്കാളും നല്ലത് ഇത് കൊണ്ടുപോക്കോ, ഇതിനകത്തുണ്ട് എല്ലാത്തിന്റെ പേര്. ആമിന ഉണ്ട്, ആയിഷ ഉണ്ട്, സൗദ ഉണ്ട്, സുലൈമാൻ ഉണ്ട്, അബൂബക്കർ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നാണ് അല്ലാഹ് ലിസ്റ്റ് ഇടുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് സാധാരണ മാസമല്ല. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? നമുക്കെത്ര പെരുന്നാളുണ്ട്? പറഞ്ഞങ്ങാതി, നമുക്കെത്ര പെരുന്നാളുണ്ട്? എന്നും പെരുന്നാൾ അവസ്ഥയില്ലേ? നമുക്ക് 2 പെരുന്നാളല്ലേ ഉള്ളത്. നിങ്ങൾക്ക് വല്ല പൈസ എല്ലാം തരാണ്ട. ഞാൻ ഒരു ദേശീയ ഇത്ര പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു, ഒരു ദേശീയ എന്നെ ഒന്ന് കടിച്ചു കയറാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ ഇരുത്തം കാണുമ്പോൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് 2 പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. ഇതുപോലെ മലക്കുകൾക്കും 2 പെരുന്നാളുണ്ട്.
മലക്കുകൾക്ക് 2 പെരുന്നാളുണ്ട്. നമുക്ക് പകലാണ് പെരുന്നാളെങ്കിൽ അവർക്ക് രാത്രിയിലാ പെരുന്നാള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസിൽ കാണാം മലക്കുകൾക്ക് 2 പെരുന്നാളുണ്ട്. അവരുടെ പെരുന്നാൾ രാത്രിയിലാണ്. ആ പെരുന്നാൾ ഏതൊക്കെ ദിവസമാ? 1 ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. 2 എന്റെ പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ ബറാഅ ഇന്നത്തെ രാത്രിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും ഇന്ന് രാത്രി. അവര് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി കടന്നു വരും. ആരെടുക്കൽ? പോത്തുപോലെ പുതച്ചിട്ട് കിടന്നുറങ്ങാ. പൊതുവില്ല, ഒന്നുമില്ല. അവന്റെ അടുക്കലല്ല. ഇന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയുന്നവർ, തൗബ ചെയ്യുന്നവർ, ഖുർആൻ ഓതുന്നവർ, ദിക്റുകൾ പറയുന്നവർ, ഇങ്ങനെയുള്ളവരെ കാണാൻ വേണ്ടി ഇന്ന് മലക്കുകൾ ഇറങ്ങി വരും. മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാസം നിങ്ങൾ മറക്കരുത്. ഇന്ന് വരെ പോയത് പോകട്ടെ. കസേര തീർന്ന നിങ്ങളുടെ ഇടയിൽ എവിടെങ്കിലും ഒഴിഞ്ഞ കസേര ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കിക്കേ. അതുകൊണ്ട് അവിടെ ഒരു 10 എണ്ണം നിൽക്കുന്നു. വട എടുത്തോ. ആ 10 പേർക്കുള്ള കസേര കൊടുത്തേര്. സ്വർഗത്തിലെ കസേര തീരുന്നു. കസേരയ്ക്കാണ് അടി. ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു. പ്രാണി എതിലേക്ക് കയറാൻ പറ്റുമോ അതിലേക്കൂടെ ഒക്കെ കയറിക്കൊണ്ടിരിക്കുക. ശരി, അള്ളാഹു 6 അടി മണ്ണ് മനോഹരമാക്കി തരുമാറാകട്ടെ. അള്ളാഹു 6 അടി മണ്ണ് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് സാധാരണ മാസമല്ല. ഇത് സാധാരണ മാസമല്ല, ഇത് എന്റെ മാസമാണ്. ഈ മാസത്തെ നിങ്ങൾ ആദരിക്കണം. ഈ മാസത്തെ നിങ്ങൾ സ്നേഹിക്കണം. ഈ മാസത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, അതുകൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട മാസമാണ് ശഅബാൻ. പണ്ടൊക്കെ പടച്ചവനെ നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ, പഴയ നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ ഉമ്മമാർ റജബ് മാസം കടന്നു വരുമ്പോഴേ വീടും പരിസരവും വൃത്തിയാക്കുകയാണ്. ആവശ്യമില്ലാത്തതെല്ലാം പറക്കി കത്തിച്ച് കളയുകയാണ്. എന്നിട്ട് വീടൊരുക്കുമായിരുന്നു, വീട് മനോഹരമാക്കുമായിരുന്നു. എന്തിനാ ഉമ്മ വീടൊരുക്കുന്നത്? മോനെ, റജബ് വന്നടാ, റമദാൻ മാസം വരാൻ പോകുകയാണ്, അതുകൊണ്ടാണ് ഒരുക്കുന്നതെന്ന് പറഞ്ഞ ഉമ്മയുടെ മക്കളായ ഞാനും നിങ്ങളുമുണ്ടല്ലോ. വീടൊരുക്കണ്ട, പരിസരം ഒരുക്കണ്ട. നമ്മുടെ മനസ്സും ശരീരവും പോലും ഒന്ന് ശുദ്ധീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മാസം സാധാരണ മാസമല്ല. ഈ മാസത്തെ ആരെങ്കിലും ആദരിച്ചാൽ, ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു നോമ്പെങ്കിലും പിടിച്ചാൽ, ഒരു നോമ്പ് പോലും പിടിക്കാത്തവര്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, ആരെങ്കിലും ഈ മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ, അവൻ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവേ, ഔറത്തു മറച്ചവനായിട്ടാണ് കടന്നു വരുന്നത്. നാളെ ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു വിഭാഗം കടന്നു വരികയാ. അവർ ഔറത്തു മറച്ചിട്ടുണ്ട്, അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അവരുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. കാരണം എന്തെന്നറിയുമോ? അവര് ശഅബാനിനെ ആദരിച്ചവരാ, അവര് ശഅബാനിൽ നോമ്പ് പിടിച്ചവരാ, അവര് ശഅബാനിൽ പടച്ചവനെ ഒരുപാട് സൽക്കർമ്മം ചെയ്തവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇത് ജനങ്ങളെ മറക്കുന്ന മാസമാണ്. നീ മറക്കല്ലേ ചെറുപ്പക്കാരാ, മറക്കണ്ടവര് മറക്കട്ടടാ, നീ മറന്നു പോകരുത്. എല്ലാവരും മറക്കുന്ന മാസത്തെയാണ് നീ ഓർക്കേണ്ടത്. എല്ലാവരും മറക്കുന്ന റബ്ബിനെ വേണ്ടിയാ
തന്നെയാണ് നീ ഓർക്കേണ്ടത്. അതുകൊണ്ട് പെങ്ങള് ഈ മാസത്തെ ആദരിക്കണേ, ഈ മാസത്തെ ബഹുമാനിക്കണേ, ഈ മാസത്തെ സ്നേഹിക്കണേ. ഈ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന അമലുകൾ മുഴുവനും നിന്റെ ജീവിതത്തിൽ ചെയ്യണേ. അങ്ങനെ നീ ചെയ്താ അല്ലാഹു നിനക്ക് 3 പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ മാസത്തെ ആരെങ്കിലും ആദരിച്ചാൽ, ഈ മാസത്തിൽ ആരെങ്കിലും നന്മ ചെയ്താൽ, ഈ മാസത്തിൽ ആരെങ്കിലും അല്ലാഹുവിനെ പേടിച്ചാൽ അവന് പടച്ച റബ്ബ് 3 പ്രതിഫലമാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ ഔറത്ത് മറച്ചുകൊണ്ടവന് പരലോകത്തേക്ക് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലും നിരന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, കള്ള് കുടിക്കാൻ പേടിയാണ്, വ്യഭിചരിക്കാൻ പേടിയാണ്, പലിശ തിന്നാൻ പേടിയാണ്, ശിർക്ക് ചെയ്യാൻ പേടിയാണ്. കള്ള് കുടിക്കടാ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വാപ്പയുടെ മുന്നിൽ ബിയർ വാങ്ങിച്ചു കൊടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞ വാപ്പ പറയും ഇത് വൻപാപമാ, ഇത് അല്ലാഹു പൊറുക്കൂലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി കള്ളറങ്ങിയാൽ അവന് സ്വർഗത്തിൽ കിടക്കില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കള്ള് കുടിക്കാൻ ഈ സദസ്സിലിരിക്കുന്ന പല ഉപ്പമാർക്കും പേടിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുന്ദരിയായ ഏതെങ്കിലും ഒരു പെണ്ണ് ശരീരം തരാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരന്യപുരുഷൻ നിന്റെ ആഗ്രഹം സാധിപ്പിച്ച് തരാമെന്ന് പറയുമ്പോ, നിന്റെ ഔറത്തൊന്ന് കാണിക്കടി എന്ന് പറയുമ്പോ അല്ലാഹുവേ പറയുകയാണ്, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ. കാരണം എന്തെന്നറിയുമോ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. അല്ലാഹുവേ, വ്യഭിചാരമെന്ന് പറയുന്നത് മോശമായ ഒരു പ്രവൃത്തിയാ, അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാ. പലിശ തിന്നാൻ പറയുമ്പോ എനിക്കും നിങ്ങൾക്കും പേടിയാണ്. എടാ ശിർക്ക് ചെയ്യടാ, എനിക്കും നിങ്ങൾക്കും പേടിയാണ്. അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യാൻ പേടിക്കുന്നവരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എങ്കിലും ചില പാപങ്ങൾ നിങ്ങൾക്കറിയാം പാപമാണെന്ന്, ചില തെറ്റുകൾ നിങ്ങൾക്കറിയാം അത് തെറ്റാണെന്ന്, എന്നിട്ടും ഒരു നാണമില്ലാതെ, ഒരു പേടിയില്ലാതെ ആ തെറ്റുകൾ ചെയ്യുന്നവരെ എന്തേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ലാത്തത്? എന്തേ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഞാനും നിങ്ങളും ഇന്ന് നിസാരമായി ചെയ്യുന്ന ചില പാപങ്ങളുണ്ടല്ലോ, ഞാനും നിങ്ങളും ഇന്ന് ജീവിതത്തിൽ നിസാരമെന്ന് കരുതുന്ന ചില പാപങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വൻപാപങ്ങളുടെ കൂട്ടത്തിലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. നിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് വിളിച്ച ഇപ്പൊ നീ ജയ് വിളിക്കും. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കാൻ പറഞ്ഞാ വയ്യ, വ്യഭിചരിക്ക് വയ്യ, പലിശ തിന്ന് വയ്യ, ശിർക്ക് ചെയ്യ വയ്യ, അതൊക്കെ വൻപാപം. എന്നാ നീ ചെയ്യുന്ന ഈ പാപം അത് ചെറിയ പാപം, കുഴപ്പമില്ല, അത് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം പാപമാണ്. എങ്കിലും നിങ്ങൾ കേട്ടോ, ഈ ചെറിയ പാപമെന്ന് കരുതിയിട്ട് ഞാനും നിങ്ങളും ചെയ്യുന്ന പാപം കാരണം ഈ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു കാക്കുമാറാകട്ടെ. ആ പാപങ്ങൾ ഏതാ? 5 എണ്ണം പറഞ്ഞു തരാം. ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന 5 പാപങ്ങൾ, ഈ 5 പാപത്തിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നമുക്ക് യാസീൻ ഓതി ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എഴുന്നേക്ക്, എഴുന്നേക്ക് എല്ലാവരും. പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്ക്, എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും എഴുന്നേറ്റോ. ആരോഗ്യം ഇല്ലാത്തതിനൊക്കെ വലിച്ചു പൊക്കും. സ്റ്റേജിൽ ഇരിക്കുന്നവർ എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേറ്റാ, എല്ലാവരും എഴുന്നേറ്റാ. സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? സുഖമല്ലേ?
സുഖമാണോ അല്ലേ? അതിന് പൈസ വല്ലതും വേണോ? സുഖമാണോ അല്ലേ? നിങ്ങളുടെ മറുപടിയാണ് എനിക്ക് കേൾക്കേണ്ടത്. സുഖമാണോ? അതെന്തപ്പോ അങ്ങനെ? ഇതിലെ കുട്ടി കൊണ്ടോട്ടിക്കാരെ ഒരു കുട്ടി പറഞ്ഞതുപോലെ ഒരു പേപ്പർ ഉണ്ടാക്കിയിട്ട് പറഞ്ഞില്ല, ചിലത് നേരെയാകും, ചിലത് നേരെയാകില്ല. അങ്ങനല്ല. നിങ്ങൾക്ക് സുഖമാണോ അല്ലേ? എന്താ മറുപടി? ചിലര് പറയുന്നു സുഖമാണെന്ന്, ചിലര് പറയുന്നു ചിലർക്ക് സുഖം, ചിലർക്ക് സുഖക്കുറവ്, ചിലർക്കൊന്നുമില്ല. അള്ളാഹു നിങ്ങൾക്കൊക്കെ സുഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ പഠിക്കേണ്ട എന്തെന്നറിയോ? സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട മറുപടിയാ പഠിക്കേണ്ടത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പള്ളിക്കകത്തിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു, ചോദിച്ചു, യാ ഫുലാൻ, മോനെ എങ്ങനെയുണ്ടടാ, സുഖമാണോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ലാ, റാഹത്താ നബിയെ, അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തവന് നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. രണ്ടാമതൊരു ചങ്ങാതി കയറി വന്നു, ഓനോടും ചോദിച്ചു, സുഖമാണോ? ഓൻ പറഞ്ഞു സുഖമാണെന്ന്. മുത്തുനബി ദുആ ചെയ്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി അൽഹംദുലില്ലാ, സുഖമാണ്. അൽഹംദുലില്ലാ പറയൽ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, സുഖമാണോ? കാശൊന്നും കൊടുക്കണ്ട, പറ അൽഹംദുലില്ലാ, പറ അൽഹംദുലില്ലാ, പറ അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കാലി നോക്കിക്കേ, കാലിലേക്ക് നോക്ക്. ഇരിക്കാനല്ല പറഞ്ഞ, കാലി നോക്കാനാ പറഞ്ഞ. നിങ്ങളൊക്കെ ഉടുത്തിരിക്കുന്ന, നിങ്ങൾ ധരിച്ചിരിക്കുന്ന പാന്റ്, മുണ്ട്, ഫർദ എല്ലാം നിങ്ങളുടെ ഞെരിയാണിക്ക് താഴെയാണോ കിടക്കുന്നത്, മുകളിലാണോ? നോക്കടോ ചങ്ങാതി. നിങ്ങളുടെ ഇട്ടിരിക്കണ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ? ഈ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് പാപമാണോ അല്ലേ? പറ, പാപമാണോ അല്ലേ? ഇരിക്കും. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് പാപമാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാ നമ്മൾ തൂത്തോണ്ടാ നടക്കുന്നത്. ചില ആൾക്കാരൊക്കെ റോഡിൽ കൂടെ നടത്തിച്ചാ മതി. ചില ആണിനെയും പെണ്ണിനെയും വീടൊക്കെ എന്തിനാ തൂക്കണേ? അമിന, നിന്റെ ഫർദ് എന്നിട്ടിട്ട് നീ ഇങ്ങനെ നടന്നാ പോരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നവരാ. എങ്കിൽ ഈ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്കിൽ നമുക്കൊരു പേടിയുമില്ല. കള്ളു കുടിക്കത്തില്ലെന്ന് പറയുന്ന വാപ്പയും മുണ്ടെടുത്തുമുണ്ട്. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നവര് കേട്ടോ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, നീ പറയുന്നത് പാപമല്ലെന്ന്. അതുകൊണ്ടല്ലേടാ നീ ഇങ്ങനെ ചെയ്യുന്നത്. എന്റെ വാപ്പാ, നിനക്ക് ധൈര്യമാണ്, കള്ളു കുടിക്കാൻ പേടിക്കുന്ന നീയല്ലേ ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത്. എങ്കിലും നിനക്കല്ല തരുന്ന ശിക്ഷ കേട്ടോ, നിനക്കല്ല തരുന്ന ശിക്ഷ കേട്ടോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ, ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നവരുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവൻ അല്ലാഹു വെറുത്തവനാ. അതാ വസ്ത്രം വലിച്ചടച്ചുകൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന് വെറുപ്പാണ്, അല്ലാഹു ഇഷ്ടപ്പെടാത്തവനാണ്, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, നീ നിസ്കരിക്കുന്നവനാണെങ്കിലും ഖുർആൻ ഓതുന്നവനാണെങ്കിലും നിന്റെ മുണ്ട് ഞെരിയാണിക്ക് താഴെയാണോ? നീ അല്ലാഹു വെറുത്തവനാ. അല്ലാഹുവിന്റെ കോപവും തലയിൽ ചുമന്ന് നടക്കുന്നവനാ. ചെറുപ്പക്കാരാ, ഇട്ടിരിക്കുന്ന പാന്റ് ഞെരിയാണിക്ക് താഴെയല്ലേടാ. നിന്നെ അല്ലാഹുക്ക് വേണ്ടടാ. അല്ലാഹുക്ക് നിന്നെ ഇഷ്ടമല്ലടാ. അല്ലാഹു ശപിച്ചവനാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, റോഡിലൂടെ വസ്ത്രവും വലിച്ചടച്ച് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, എന്തേ ചിന്തിക്കാത്തത്? എന്തേ ചിന്തിക്കാത്തത്? പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചടച്ചു കൊണ്ട് നടക്കുന്നവര് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അവൻ അല്ലാഹനെ വേണ്ട, അല്ലാഹുക്ക് അവനെ വേണ്ട. അല്ലാഹ് അവന്റെ മേല് കോപിച്ചനാ.
രണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്ത്? ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗ്ഗത്തിൽ പോലും കടക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകനാണ് അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. എങ്കിലും പടച്ചവര് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ ഖബറിന്റെ അകത്ത് നിന്ന് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും രൂപത്തിൽ നാളെ എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, നിന്നെ നയിച്ചു കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലയുടെ മുകളിൽ ഒരു ചാണ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അവിടെ കിടന്ന് നിലവിളിക്കുകയാ, അവിടെ കിടന്ന് വിളിക്കുകയാണ്, അവിടെ കിടന്ന് ശപിക്കുകയാണ്. യാ വൈലതാ യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നീ അവിടെ കിടന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. നിനക്ക് വാപ്പയുണ്ടോ? നിനക്ക് ഉമ്മയുണ്ടോ? നിനക്ക് കൂടപ്പിറപ്പുണ്ടോ? നിന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടോ? നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യയുണ്ടോ? നീ ചങ്കെന്ന് പറഞ്ഞവനും കരളെന്ന് പറഞ്ഞവനും ഒരുത്തനുമില്ലടാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നിന്നെ ഒരാള് പോലും തിരിഞ്ഞു നോക്കൂല, ഒരാള് പോലും കണ്ട പരിചയം കാണിക്കൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാള് പോലും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അന്ന് പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ കാണുമ്പോ സ്വന്തം മക്കള് പോലും പടച്ചവനോട് പറയുകയാ, അല്ലാഹുവേ, എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്ക് തമ്പുരാന്, എന്നിട്ട് എന്റെ തെറ്റുകൾ ആ മനുഷ്യന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയല്ലാ, എനിക്ക് സ്വർഗം താ അല്ലാ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തിയ നിന്റെ പൊന്നാര മക്കള്, അല്ലാഹുവേ, എന്തൊരു സ്നേഹമാണ്. ആ മടിയിൽ കിടത്തിയ നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, മക്കളെ താഴെ വെക്കാതെ ചുമന്നുകൊണ്ട് നടന്ന ഉമ്മ, അല്ലാഹുവിനോട് നിന്റെ മക്കള് പറയുകയാ, അല്ലാഹുവേ, കാല് പൊള്ളുന്നുറപ്പേ, കാല് പൊള്ളുന്നുറപ്പേ, എന്റെ ഉമ്മാനവൊന്ന് മലത്തി കടത്തി തരുമോ അല്ലാ, ഞാനാ നെഞ്ചത്ത് കയറി ഒന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അന്ന് നിന്നെ സഹായിക്കാ അല്ലാതെ ആരുമില്ല, അല്ലാതെ ആരുമില്ല. എടാ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചടച്ചുകൊണ്ട് നടക്കുന്ന വാപ്പമാരോട്, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, അല്ല നിന്നെ കണ്ട പരിചയം പോലും കാണിക്കൂല, നിന്നോട് സംസാരിക്കുകയില്ല, അല്ലാഹു നിന്റെ മുഖത്ത് പോലും നോക്കത്തില്ലടാ. നീ അങ്ങനത്തവനാ, അത്രയും നശിച്ചവനാ, അത്രയും വൃത്തികെട്ടവനാ. നാളെ അല്ലാഹു നിന്റെ മുഖത്ത് നോക്കില്ല, അല്ലാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കൂല. 3 റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവന് സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. നിര്യാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നവനെ അല്ല വെറുത്തവനാടാ നീ. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലാഹുവിന്റെ കോപം തലയിൽ ചുമക്കുന്നവനാ നീ. അല്ലാഹു കാക്കുമാറാകട്ടെ. 2, നാളെ പരലോകത്ത് വരുമ്പോ അല്ല നിന്നോട് എന്തെങ്കിലും ഒരു കരുണ കാണിക്കുമെന്ന് നീ കരുതണ്ട.
അള്ളാഹു നിന്നോടൊരൽപ്പമെങ്കിലും പരിഗണന കാണിക്കുമെന്ന് നീ കരുതണ്ട. അള്ളാഹു നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല, നിന്റെ മുഖത്തുപോലും അള്ളാഹു നോക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കില്ല. അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കില്ല. അല്ലാഹുവേ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിന്റെ അകത്ത് കിടക്കുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ തങ്ങളുണ്ടല്ലോ, സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വന്നു. ഉമർ തങ്ങളെ കുത്തി മലർത്തുകയാ. അവിടുന്ന് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമർ തങ്ങളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ, തന്റെ അടിവയറ്റിലൂടെ പുറത്തേക്ക് പോകുകയാണ്. ഇതുപോലെ മരണത്തോട് മല്ലടിക്കുമ്പോ പലരും ഉമർ തങ്ങളുടെ ചാരത്ത് വരുന്നുണ്ട്, അവിടുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്, അവിടുന്ന് ഉപദേശങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉമർ തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. യാ അമീറൽ മുഅ്മിനീൻ, ഏ ഉമർ തങ്ങള്, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നല്ലോ. മരിക്കാൻ കിടക്കുന്ന ഉമർ തങ്ങളോട് ചോദിക്കുകയാ, ഉമറേ, നീ ആരായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയവനല്ലേ? കള്ള് കുടിച്ച് പെണ്ണ് പിടിച്ച് നടന്നവനായിരുന്നല്ലോ. അല്ലാഹുവേ, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ? മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞില്ലേ? റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട സഹാബിയായില്ലേ? ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തില്ലേ? അല്ലാഹുവേ, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായില്ലേ? ചെറുപ്പക്കാരൻ അവിടെന്ന് ചോദിക്കുകയാ, ഉമറേ, ലോകത്ത് ഒരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? ഈ മക്കത്തും മദീനത്തും യുദ്ധം ചെയ്യൽ ഹറാമാണല്ലോ. എന്നിട്ട് പോലും യുദ്ധം ഹറാമായ മണ്ണിൽ കിടന്ന് ഷഹീദായി മരിക്കാ അല്ലാഹു ഭാഗ്യം നൽകിയല്ലോ. ഉമറേ, നിങ്ങളെക്കാരും ഭാഗ്യവാനാരാ? ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു നടന്നു പോവുകയാണ്. ഉമർ തങ്ങൾ സന്തോഷം കാരണം കരയുകയാ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ തിരിച്ചു പോകുമ്പോ ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാ. യാ ബുനയ്യാ, ഈ പൊന്നുമോനെ ഒന്ന് നിൽക്കടാ, ഈ പൊന്നുമോനെ ഒന്ന് നിൽക്കടാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുമോ? നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് താഴെയാ. അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ, അതല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാ, അത് നരകത്തിൽ പോകുന്ന കാര്യമാ. മോനെ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ, അവനോട് അല്ലാഹു പരലോകത്ത് വെച്ച് സംസാരിക്കുകയില്ല, അവനോട് കരുണ കാണിക്കുകയില്ല. അവസാനം പറഞ്ഞതെന്തെന്നറിയുമോ? ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്ന വാപ്പാ, നീ അഹങ്കാരമുള്ളതിന്റെ അടയാളമാണ്.
നിനക്ക് അഹങ്കാരമുള്ളതിന്റെ അടയാളമാ നിര്യാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത്. റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയുമോ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിനക്ക് അഹങ്കാരമുണ്ടോ? നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നീ കടക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നവന് 3 ശിക്ഷ. 1, അവൻ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവൻ, അല്ല വെറുത്തവൻ, അല്ല ഇഷ്ടപ്പെടാത്തവൻ. 2, നാളെ അല്ലാഹു നിന്റെ മുഖത്ത് നോക്കുകയോ നിന്നോട് കരുണ കാണിക്കുകയോ ചെയ്യുകയില്ല. 3, അഹങ്കാരിയായ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 3 ശിക്ഷ നമ്മൾ നിസാരമായി തള്ളിക്കളയുന്ന ഈ ഒരു തെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന 3 ശിക്ഷയാണ് ഞാൻ പഠിപ്പിച്ചു തന്നത്. അള്ളാഹു ഇനിയെങ്കിലും ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഇനിയെങ്കിലും ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന 2ാമത്തെ പാപം, ഒരാളിന്റെ ഔറത്ത് കാണൽ ഹറാമാണോ ഹലാലാണോ? പറ. കബറും കാട്ടി ചോദിച്ചിരുന്നെങ്കിൽ മയ്യത്തെങ്കിലും മറുപടി പറഞ്ഞേനെ. ഒരാളുടെ ഔറത്ത് മറ്റൊരാൾ കാണുന്നത് ഹറാമാണോ ഹലാലാണോ? ഹറാമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഹറാമാണ്. ആണിനും പെണ്ണിനും അറിയാം ശരീരം ഔറത്തുകൾ കാണിക്കുന്നത് ഹറാമാണെന്നില്ലേ? എന്നാ ഈ വാപ്പമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മുണ്ടെടുത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? പടച്ചവനെ, ഈ മുണ്ട് ഇങ്ങനെ മടക്കി ഉടുത്തു ബാത്റൂമിൽ പോകുമ്പോഴല്ല, റോഡിൽ കൂടെ നടന്നു പോകുന്നു. റോഡിലൂടെ നടന്നു പോകുമ്പോ ഈ മുണ്ട് ഇങ്ങനെ മടക്കി അങ്ങോട്ട് ഉടുത്തിയിട്ട് ഇതിനടി കിടക്കണ കമ്പനി വരെ വെളി കാണാം. അങ്ങനെ മുണ്ടുടുത്തിയിട്ട് നടക്കണ ചില വാപ്പമാരുണ്ട്. എന്തേ? അത് പാപമല്ലേ? അത് സ്വർഗത്തിൽ പോകുന്ന അമല. ഇത് ചെയ്യുന്നത് 20ഓ 25ഓ വയസ്സുള്ള ഒരുത്തനല്ല. ഈ 40ന് മുകളിൽ പ്രായമുള്ള വാപ്പ തൊടയുടെ പ്രദർശനം ഇറച്ചിക്കടയിൽ കാണാം. പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ വാപ്പാടെ തൊട നാട്ടുകാർക്ക്, ആണിനും പെണ്ണിനും. ചെറുപ്പക്കാരുണ്ട്, ഓ പിന്നെ മുണ്ടുടുത്താറില്ല, ഭാഗ്യം. ഓൻ പിന്നെ മുണ്ടുടുത്താറില്ല, ഓൻ പാൻ്റായിട്ടിരിക്കണം. എന്നിട്ട് ഈ പാൻറിന്റെ ഈ തൊടയുടെ ഭാഗം കീറിയിട്ടിരിക്കുക. പാവപ്പെട്ടവൻ, ദരിദ്രൻ, പൈസ ഇല്ലാത്തവൻ, ദരിദ്രവാസി. അല്ലാഹുവേ, അല്ലാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. അല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ? ഒരു പാൻറ് മേടിച്ചിട്ട് ഇവിടെ കീറല്, എവിടൊക്കെ കീറാൻ പറ്റും അവിടൊക്കെ കീറിയിട്ടിരിക്കുക. കഷ്ടം. അപ്പന്മാരെ, മോന് നല്ലൊരു പാൻറ് വാങ്ങിച്ചു കൊടുട്ടോ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ തൊടയുടെ ഭാഗം കീറി ഇങ്ങനെ ഇട്ടിരിക്കുക. അത് നാട്ടുകാർക്കുള്ളതാ കാണാൻ. ഇവനോട് കള്ളു കുടിക്കാൻ പറയേ, ഞാൻ കുടിക്കൂല. ഒരു ഉദാഹരണം പറഞ്ഞ ചെയ്യുന്നത് എന്താ? നമ്മൾ ഒരുത്തൻ കള്ളുഷാപ്പിൽ പോയിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി കള്ളു കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഞണ്ടിന്റെ കറി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഞണ്ടിന്റെ കറി കൊണ്ടുവന്ന് ഇങ്ങനോട്ട് വെക്കുമ്പോ ആ സപ്ലയറോട് പറയാ, ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, കറാഹത്താണ്, മക്റൂഹ, കഴിച്ചുകൂടാ. ഇവൻ കുടിക്കണ എന്താ? ഹറാമ്. ഹറാമ് കുടിച്ചുകൊണ്ടിരിക്കുന്നവനാ പറയുന്നത് ഞണ്ട് ഞങ്ങൾക്ക് തിന്നാൻ പാടില്ല. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഔറത്തുകൾ നമ്മൾ തുറന്നിട്ടുകൊണ്ട് നടക്കുക. നാട്ടുകാർക്ക് മുഴുവനും കാണിച്ചു കൊടുക്കുക. സ്വന്തം കണ്ടാ പോരാ, നാട്ടുകാരും കാണണം. ആണും പെണ്ണും ഔറത്ത് സൂക്ഷിക്കുന്നില്ല, അത് പാപമായിട്ട് കരുതുന്നില്ല. ഞാനും കാണുന്നില്ല, നിങ്ങളും കാണുന്നില്ല. ഹറാമല്ലേ സഹോദര? മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്ത. ഇത് മരിച്ച മയ്യത്തിന്റെ കാണാൻ പാടുണ്ടോ? പോട്ടെ, മരിച്ച മയ്യത്തിന്റെ ഔറത്ത് കാണാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് റോഡിലൂടെ ഒന്നും പോകുന്ന പോട്ടെ, അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. റോഡിൽ കൂടെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത് പോകട്ടെ. നമ്മുടെ വീടിന്റെ അകത്ത് നിങ്ങൾ ചിന്തിക്ക്. പുറത്തിറങ്ങുമ്പോ ഫർദയും ഹിജാബും ഇടും. ഈ പെണ്ണുകുട്ടികളൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫർദ ഇട്ടിട്ട് പടച്ചവനെ എന്തൊരു പേടിയാന്നറിയാവോ അള്ളാനെ. ഇതിനൊക്കെ യഥാർത്ഥ കോലം കാണണമെങ്കിൽ വീട്ടിൽ പോയി നോക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പെൺകുട്ടികൾ, ഈ ഇരിക്കണ ഉമ്മമാരോട് ചോദിക്കട്ടെ, നിന്റെ പൊന്നുമോള് വീടിനകത്തുകൂടെ നടക്കുമ്പോ നിന്റെ പൊന്നുമോളുടെ തല മറയ്ക്കാറുണ്ടോ? നിന്റെ പെൺകുട്ടികളുടെ ഔറത്ത്, അവിടെ പടച്ചവനെ ആകാശഭൂമിയും കാണുന്ന വസ്ത്രവും ധരിച്ചോണ്ടാ നടക്കേണ്ട പെൺകുട്ടികൾ. അപ്പൊ ചോദിക്കും, ഉസ്താദേ വീടല്ലേ അല്ലേ? എന്തേ ഒരു മകളുടെ ഔറത്ത് വാപ്പായ്ക്ക് കാണാവോ? ഒരു ഉമ്മയുടെ ഔറത്ത് മകന് കാണാവോ?
ഒരു സഹോദരിയുടെ ഔറത്ത് സഹോദരന് കാണാവോ? 18 വയസ്സുള്ള 20 വയസ്സുള്ള ഒരു മകൻ നിന്റെ വീട്ടിലുണ്ട്, 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട്. ആ പെണ്ണിന്റെ മുന്നിൽ കൂടെ അണ്ടർവെയർ ഇട്ടുകൊണ്ടല്ലേ നിന്റെ മോൻ നടക്കുന്നത്. എന്ത് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് പറ്റാത്തതെന്തേ? എന്റെ പെൺകുട്ടികളോട് ചോദിക്കട്ടെ, 20 വയസ്സുള്ള ഒരു സഹോദരൻ നിന്റെ വീട്ടിലുണ്ട്, നീ തിന്നാൻ വരുന്ന കോലം കണ്ടിട്ടുണ്ടോ? നൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ടാ വരുന്നത്, ഒന്നുമില്ല, മാറത്തും തുണിയില്ല, തലയിൽ തുണിയില്ല, വന്നിരിക്കുക. കാരണം എന്തേ? കൂടപ്പറപ്പല്ലേ ഉസ്താദെ, കാണുന്നതിൽ കുഴപ്പമില്ലല്ലോ, അവിടെ തെറ്റും ശരിയൊന്നുമില്ലല്ലോ. നിനക്ക് ആരാ ഇത് പഠിപ്പിച്ചെന്ന്? സ്വന്തം മക്കളുടെ മുന്നിൽ തലമറയ്ക്കാതെ നടക്കുന്ന ഉമ്മമാരല്ലേ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കുക. നിനക്കൊരല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ അള്ളാന്റെ ഖുർആൻ എടുത്തു നോക്ക്. അള്ള പറഞ്ഞത് എന്തെന്നറിയോ? ഉമ്മാടതാണെങ്കിലും വാപ്പാടതാണെങ്കിലും മക്കള് കാണണ്ടെന്നാ പറഞ്ഞേ. നിങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. 3 സമയങ്ങളിൽ ഉമ്മാടെയും ബാപ്പാടെയും റൂമിന്റെ അകത്ത് മക്കള് കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും ബെഡ്റൂമിന്റെ അകത്ത് മക്കള് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ആര്? 25-30 വയസ്സുള്ളവനല്ല. കേക്ക് താത്താമാരെ, കുളിപ്പരേ കയറുമ്പോഴേ നീ ഒന്നാമതേ കുളിക്കുന്നത് നഗ്നയായിട്ടാ. അതിന്റെ കൂടെ വാതിലും തുറന്നിട്ട് മക്കളെയും കുട്ടിയിട്ട് കുളിപ്പിക്കണ ഉമ്മമാരൊക്കെ കേട്ടോ. കൊച്ചുകുട്ടികളല്ലേ, ചെറിയ കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് സ്വന്തം മക്കളുടെ മുന്നിൽ ഔറത്തു മറയ്ക്കാതെ നടക്കണ ഓരോ ഉമ്മയും വാപ്പയും കേട്ടോണം. കുട്ടിയല്ലേ, പെണ്ണുപിള്ള പറയും ഉറങ്ങിയിട്ടില്ലേ, കുഴപ്പമൊന്നുമില്ല അല്ലേ, നീയൊക്കെ കേട്ടോ. അള്ള പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല, അള്ള പറഞ്ഞതാ. 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അപ്പൊ 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ തട്ടിയിട്ട് അനുവാദം ചോദിക്കണം. കേറട്ടെ ഉമ്മ, കേറി വാ എന്ന് പറഞ്ഞാൽ കേറി പോകണം, അല്ലാതെ കേറി പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ 3 സമയം? 1 വെളുപ്പാങ്കാലത്ത്, 2 ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കണ സമയം, 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ ഉമ്മാടെയും ബാപ്പാടെയും റൂമിന്റെ അകത്ത് മക്കള് കയറരുത്. കാരണം എന്താ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ആണുങ്ങളൊക്കെ രാത്രി കിടക്കുമ്പോഴേ ഒരു മുണ്ടുടുക്കും. നമ്മളൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു മുണ്ടുടുത്തിട്ടാ കിടന്നുറങ്ങാം. എന്നാ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത് ഈ മുണ്ടില്ല, മുണ്ട് തന്നെ ഇല്ല. കട്ടിലിനടി കിടക്കാൻ മുണ്ട്. താത്ത, നീ രാത്രി കിടക്കുമ്പോ ഒരു ഡ്രസ് ഇട്ടുണ്ട്, ഒരു മാക്സി, നീ കിടക്കണ കോലം കണ്ടിട്ടുണ്ടോ? പടച്ചവനെ, ഈ പ്രായപൂർത്തിയാകാത്ത മകനെങ്ങാണം രാവിലെ വെളുപ്പാങ്കാലത്ത് റൂമിലേക്ക് കയറി വന്ന കോവളം കടപ്പുറം ഓർമ്മ, ഗോവ കടപ്പുറത്താ കിടക്ക, കന്യക കിടക്കണ പോലെ ഉമ്മ കിടക്ക. അറിഞ്ഞോണ്ടല്ല, അറിയാതെ. നമ്മൾ ഔറത്ത് തുറന്നിട്ടോ, നമ്മൾ ഉറക്കത്തില. ആ ഉറക്കത്തിൽ കിടക്കുമ്പോ ഉമ്മാടെ ഔറത്ത് തുറന്നു കിടക്കുന്നു, വാപ്പയുടെ ഔറത്ത് ഉപ്പം മുണ്ടിലടക്ക. ഇത് 7 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഒരു മകള് കണ്ടാ ഒന്നും തോന്നില്ല. എന്തിനാ? നമുക്ക് തോന്നുവോടാ, പ്രായപൂർത്തിയായവന് തോന്നുവോ? 40-50 വയസ്സുള്ള നിനക്ക് നിന്റെ ഉപ്പാടെ ഔറത്ത് കണ്ട, നിന്റെ ഉമ്മയുടെ ഔറത്ത് കണ്ട ഒന്നും തോന്നാറില്ല. എന്നിട്ടും അള്ള പറഞ്ഞത് ഉമ്മാടതും കാണണ്ട, വാപ്പയുടേതും കാണണ്ട. അള്ള പറഞ്ഞത് ആ ചെറിയ മക്കളോട് പോലും പറഞ്ഞത്, നിന്റെ ഉമ്മയുടെ ഔറത്താണെങ്കിലും വാപ്പയുടെ ഔറത്താണെങ്കിലും നിങ്ങൾ കാണരുത് എന്ന് അള്ള പറഞ്ഞു തരുമ്പോ നീ എന്തേ ഉമ്മ നിന്റെ മകന്റെ മുന്നിൽ നീ എന്തുകൊണ്ട് തലമറയ്ക്കുന്നില്ല? നിന്റെ മകന്റെ മുന്നിൽ എന്തുകൊണ്ട് നീ മാറിടത്ത് തുണിയിടുന്നില്ല? നിന്റെ 18 വയസ്സുള്ള 20 വയസ്സുള്ള മകന്റെ മുന്നിലൂടെ 15 വയസ്സുള്ള മകള് ഒരു ചെറിയ ഒരു നൂൽബന്ധം പോലെയുള്ള ഒരു ടീഷർട്ടും ഇട്ടിട്ട് നടക്കുമ്പോ എടി ഇത് പാടില്ല എന്ന് പറയാൻ നിനക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ നിരന്നിരിക്കുന്ന വാപ്പമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഇരിക്കുന്ന വാപ്പമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ നശിച്ചവര് 3 വിഭാഗമാ. അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരുണ്ടല്ലോ, അവര്
മൂന്ന് വിഭാഗമാണ്. അതിലെ ഒന്നാമത്തെ വിഭാഗം നീയാണ് വാപ്പാ, ഉമ്മ നീയാണ്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ നശിച്ചവള് കള്ളു കുടിച്ചവളല്ല, കള്ളു കുടിച്ച് നടന്നവനല്ല. നീ നിസ്കരിച്ച് അല്ലാഹുവിനെ പേടിയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന നീയാ ബാപ്പാ. അവരാരെന്നറിയുമോ? സ്വന്തം മക്കള് പടച്ചവനെ ഔറത്ത് മറയ്ക്കാതെ നടക്കുമ്പോ, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുമ്പോ, അല്ലാഹുവേ പടച്ചവനെ പ്രായപൂർത്തിയായ മക്കള് സ്വന്തം പെൺകുട്ടികളുടെ മുന്നിലൂടെ അതാ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന വസ്ത്രം ധരിച്ച് നടക്കുമ്പോ അവന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇത് പാടില്ലടാ, ഇത് പാടില്ലടാ, ഇവിടെ നിന്റെ ഒരു പെങ്ങളുണ്ട്, പ്രായപൂർത്തിയായ ഒരു പെണ്ണുണ്ട്, നാണമില്ലേടാ, ഈ ഔറത്തും തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് പാപമാടാ എന്ന് പറയാത്ത വാപ്പാ, നിനക്ക് എവിടെയൊക്കെ തഴമ്പുണ്ടെങ്കിലും അല്ലാഹ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പ്രിയപ്പെട്ട പെങ്ങള്, 19 വയസ്സുള്ള പൊന്നുമോള് ബെഡ്റൂമിന്റെ അകത്ത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ധരിക്കേണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് പടച്ചവരെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ, ഇനി ഇത് ധരിക്കണമെങ്കിൽ റൂമിനകത്ത് കതകടച്ചിട്ട് കിടക്കുമ്പോ ധരിച്ചു കൊള്ളണം, അല്ലാതെ നിന്റെ സഹോദരനുള്ള ഈ വീട്ടില് ഈ കോലത്തില് നീ നടക്കുന്നത് പാപമാണെന്ന് പറഞ്ഞു കൊടുക്കാത്ത ഉമ്മ, നീ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാല്, എത്ര നോമ്പ് പിടിച്ചാല്, എത്ര സദഖ ചെയ്താല്, എത്ര സ്വലാത്ത് പറഞ്ഞാല്, എത്ര വഅദ് കേട്ടാല് അല്ലാഹ് നിന്നെ വിടുമെന്ന് നീ കരുതണ്ട. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ നശിച്ചവര് അവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സ്വന്തം മക്കള് പ്രായപൂർത്തിയായ മക്കളുടെ മുന്നിലൂടെ ഇത്രയും സായിപ്പെടുന്ന അണ്ടർവെയർ ഇട്ടുകൊണ്ട് നടക്കുമ്പോ അവന്റെ ചെവി പിടിച്ചിട്ട് പറയണടാ, ഇവിടെ വേറെ പെൺകുട്ടികൾ ഉണ്ടടാ, നിന്റെ സഹോദരി പ്രായപൂർത്തിയായവളാ, നിന്റെ കാണാനല്ല അവളുള്ളത്, നിനക്ക് ധരിക്കണമെങ്കിൽ ബെഡ്റൂമിന്റെ അകത്ത് കതകടച്ചിട്ട് ധരിച്ചോണം, ഈ റൂമിന്റെ വെളിയിൽ ഇറങ്ങി ഇങ്ങനെ നടക്കരുത്, മര്യാദയ്ക്ക് ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണം എന്ന് പറയുന്ന വാപ്പയ്ക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. അത് പറയണമെങ്കിൽ ആദ്യം വാപ്പ മുണ്ടൊന്ന് അഴിച്ചിടണ്ടേ? ഇത് പറയണമെങ്കിൽ വാപ്പ ആദ്യം ഒന്ന് മുണ്ടഴിച്ചിടണം. ഇത് മോളോട് പറയടി, രാത്രി കിടന്നുറങ്ങുമ്പോ നൈറ്റ് ഡ്രസ് ആയിട്ട് ഇടണ്ട ഈ സാധനം ഇട്ടുകൊണ്ട് നീ ഇങ്ങനെ നടക്കല്ലേ. ഓള് പറയാ, ആദ്യം ഉമ്മ മാറിടത്തൊന്ന് തുണിയിടും, ഒന്ന് ആദ്യം ഉമ്മ മറയ്ക്ക്, എന്നിട്ട് എന്നെ ഉപദേശിക്കാം. ഇതാ കാലം. ആദ്യം നീ നേരെയാവും, പിന്നെ മക്കളെ നന്നാക്കാതിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യും, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യും. ഏത് വാപ്പയ്ക്ക്? തന്റെ മക്കളെ തല്ലി നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി ആര് വെട്ടിവെച്ചിട്ടുണ്ടോ ആ വീട്ടിലെ വാപ്പയ്ക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തന്റെ മക്കളെ തല്ലി നേരെയാക്കാൻ, ഇങ്ങനെയുള്ള തലതിരിഞ്ഞ മക്കളെ, മുടി വളർത്തി നടക്കുന്ന മക്കളെ, പടിവെട്ടി നടക്കുന്ന മക്കളെ, നേരത്തെ കാലത്തെ വീട്ടിൽ കയറാത്ത മക്കളെ, കക്കൂസിന്റെ അകത്ത് കയറുമ്പോഴും ഗെയിം കളിക്കുന്ന മക്കളെ, നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ നല്ലതുപോലെ തല്ലുകൊടുത്തിട്ട് നേരെയാക്കാൻ ഒരു വടി ആര് വീട്ടിൽ വെട്ടിവെച്ചിട്ടുണ്ടോ അവൻ അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.